ഇനി നമുക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപുത്രി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ ലോകത്തിന് കിട്ടിയിട്ടുള്ള വലിയൊരു സമ്മാനമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അറിയാം, ഒട്ടുമിക്ക സാദാത്ത് കുടുംബങ്ങളും എത്തിച്ചേരുന്നത്, അതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അടക്കമുള്ള നമ്മുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള മഹാനായ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു പോലുള്ള വലിയ വലിയ അക്താബുകളൊക്കെ എത്തിച്ചേരുന്ന പരമ്പര അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മളൊക്കെ പഠിക്കണം. വെറും കർബലയിൽ രക്തസാക്ഷിത്വം വഹിച്ച ചരിത്രം മാത്രം പഠിച്ചാൽ പോരാ. മഹാനവറുകളെ ചുറ്റിപ്പറ്റിയുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ബഹുമാനപ്പെട്ടവർക്ക് പ്രധാനമായും എത്ര സന്തതികളുണ്ടായിരുന്നു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും 6 ആൺമക്കളെയും 3 പെൺമക്കളെയും പണ്ഡിതന്മാർ മഹാനായ അബ്ദുറഹ്മാൻ മഷ്ഹൂർ റളിയല്ലാഹു അൻഹു പോലുള്ളവർ നമുക്ക് പഠിപ്പിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആൺമക്കളിൽ 3 പേർ അലി എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അലിയുൽ അക്ബർ, അലിയുൽ അസ്ഗർ, അലിയുൽ ഔസത്ത്. ഈ 3 അലിമാരിൽ നിന്ന് ആദ്യത്തെ 2 അലിയുൽ അക്ബറും അലിയുൽ അസ്ഗറും ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവത്തിൽ മഹാനവറുകൾ കെർബലയിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ മഹാനവറുകളുടെ മക്കൾ സഹോദരന്മാരിൽ നിന്ന് എളാപ്പയുടെ മക്കളിൽ നിന്നൊക്കെ ആയിട്ട്, സഹോദരൻ്റെ മക്കളിൽ നിന്നൊക്കെ ആയിട്ട് 27 കുടുംബങ്ങൾ അന്ന് രക്തസാക്ഷികളായിട്ടുണ്ട്. മഹാനായ ഇമാം ഷാറാനി തങ്ങൾ ലത്തായിഫുൽ മിനനിൽ പറഞ്ഞത്, ആയിരക്കണക്കിന് ആളുകൾ ആ സംഭവത്തിൽ മദീനയിലും മറ്റുമായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. പടച്ച റബ്ബ് ഫിത്നകളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ആ സംഭവം ആലോചിക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് മിസ്റിലും ബാക്കി ബോഡി കെർബലയിൽ ഇറാഖിലുമാണെന്ന് പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിനുമുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ 3 അലിമാരിൽ നിന്ന് ശ്രദ്ധേയ സാന്നിധ്യമുള്ള അലിയുൽ ഔസത്ത് എന്ന് പറയുന്ന അലിയാണ്. അലിയുൽ അക്ബർ കൊല്ലപ്പെട്ടു. അലിയുൽ അസ്ഗർ ചെറിയ മുലകുടി സമയത്ത് ആ ഒരു ചെറിയ എളിയ പ്രായത്തിൽ ശത്രുക്കളുടെ അമ്പ് ഏറ്റുകൊണ്ട് മരണപ്പെട്ടു പോയതാണ്. പിന്നീട് അലിയുൽ ഔസത്ത് എന്ന് പറയുന്ന മകനാണ് അലി സൈനുൽ ആബിദീൻ എന്ന പേരിൽ ലോകപ്രസിദ്ധനായ നേതാവ് അലി സൈനുൽ ആബിദീൻ. ഇവരിലൂടെ മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പര നിലനിന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പര അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പരമ്പര കെർബലയിൽ വെച്ച് ഡിസ്കണക്റ്റായിപ്പോയി എന്ന് ഉളുപ്പില്ലാതെ പറയുന്ന ആളുകളുണ്ട്. പടച്ചറബ് അവരുടെ ഫിത്നയിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കുമാറാട്ടെ. അന്ന് അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന അലിയുൽ ഔസത്ത് രോഗബാധിതനായതുകൊണ്ട് ശത്രുക്കൾ വെറുതെ വിട്ടു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് മഹാനവറുകളിലൂടെയാണ് ഹുസൈനിയ കബീലയുടെ ഈ സാദാത്യങ്ങളുടെ മുഴുവനും പിതാവ് എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. മറ്റു മക്കളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം.